വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലൈ ഇമാ റോഷ്. ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ ഒരു ഫ്രെയിമോ വാൾ ഡെക്കറോ ഒന്നുമില്ല. ഒരു നാണയത്തിന് ഇരുവശം ഉള്ളതുപോലെ തന്നെ പറയാം, ഫ്രെയിമോ അല്ലെങ്കിൽ വാൾ ഡെക്കറോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലേ. കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ വീഡിയോ അതിൻ്റെ വഴിക്കും പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നല്ലൊരു കാർഡ്ബോർഡ് എടുക്കുക. ഞാൻ 2 കാർഡ്ബോർഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 20 സെൻറ്റിമീറ്ററിലാണ് അളവ് എടുത്തിരിക്കുന്നത്. 2 വശത്ത് 20 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതോ അല്ലെങ്കിൽ ചെറുതോ എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ. അപ്പോൾ 2 തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ വൈറ്റ് പേപ്പറും കൊണ്ട്, ഇത് സാധാ പേപ്പറും കൊണ്ടൊന്ന് അതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കളർ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ കളർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതാണ് കളർ ഇഷ്ടം അതിവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഫ്രെയിമിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്കും പിങ്കും മിക്സഡ് കളറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ബ്ലാക്കും കൊണ്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞാൻ ഇവിടെ ബാക്ക് സൈഡ് കൊടുക്കുന്നത് പിങ്ക് കളറും കൊണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറാണെങ്കിൽ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ബാക്കിൽ നല്ല പോലെ തന്നെ പിങ്കും കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് ഉണ്ടാക്കുന്നത് 2 ഫ്രെയിമാണ്. മിനി ഫ്രെയിം വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഡ്രോയിങ് ബുക്കിലെ 2 പേപ്പർ വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 9 സെൻറ്റിമീറ്റർ, ഞാൻ ഒരു സൈഡ് 9 സെൻറ്റിമീറ്റർ പിന്നെ മറ്റേ സൈഡ് 8 സെൻറ്റിമീറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ, അളവ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രെയിം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഫ്രെയിം ഇവിടെ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൈഡിലായിട്ട് ഇത് പിങ്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പിങ്ക് കളർ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് നമ്മൾ അതെടുക്കുക, 4 വെട്ടിയെടുക്കുക. പിന്നെ എഡ്ജസ് ഒന്നും 1 സെൻറ്റിമീറ്റർ, നമ്മൾ ഫ്രെയിമിൽ എങ്ങനെയാണോ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് അത് വെട്ടുക കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അതേപോലത്തെ നമ്മൾ 2 ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് വീഡിയോയിൽ ക്ലിയറായി കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് കേട്ടോ. അറിയാത്തവർക്ക് വേണമെങ്കിൽ ചെയ്യാമല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ ഈ കളർ ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. വീഡിയോ ലെങ്ത് ആവണിച്ചിട്ടാണ് ഭയങ്കര സ്പീഡിൽ വിടുന്നത്, മനസ്സിലാവേണ്ടി വിചാരിക്കണം കേട്ടോ. പിന്നെ അടുത്ത് പട്ടി ഉറയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നതൊന്നും അറിയില്ല. പിന്നെ വോയിസ് പിന്നെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാണുന്ന പോലെ തന്നെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് 2 ഫ്രെയിം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രെയിമിൽ വെക്കാനുള്ള പിക്ചർ ഡ്രോയിങ് ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതായത് 2 മിക്കി മൗസും പിന്നെ ഒരു ക്യൂട്ട് കാർട്ടൂണിൻ്റെതാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്താ ഇഷ്ടം വരുന്നത്, അല്ലെങ്കിൽ വല്ല കോട്ട്സോ അല്ലെങ്കിൽ തോട്ട്സോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒട്ടിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത് ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡാണ്. ഇത് ബാക്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ നമുക്ക് വാൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടേബിളിൽ നമ്മൾ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് വേണമല്ലോ. അതിന് ഇനി അടുത്തത് ഞാൻ മേൽഭാഗം 6 സെൻറ്റിമീറ്ററും താഴ്ഭാഗം 3 സെൻറ്റിമീറ്ററാണ്. ഇത് വെട്ടുന്ന രീതി മേലെയും താഴെ മാറിപ്പോയണം. പിന്നെ 10 സെൻറ്റിമീറ്ററാണ് വരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏതാ കളർ എടുത്തങ്ങനെ അത് എടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ പിങ്കും കൊണ്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിക്ക് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഒറ്റ കാർഡ്ബോർഡ് മതി കേട്ടോ. നമ്മൾ ഫസ്റ്റ് എടുത്ത പോലെ 2 വേണ്ട. അപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഫ്രെയിമിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം. നല്ല രീതിക്ക് ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് പിന്നെ ബാക്കി ചെയ്തത്. നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് കോട്ട്സ് എഴുതാം. ഞാൻ കോട്ട്സ് എഴുതിയതിന് ശേഷമാണ് ആ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മിക്സൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കോട്ട്സോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചിത്രം വരയ്ക്കണമെങ്കിൽ ചിത്രം വരയ്ക്കാം. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.